ഈ വാട്ടർ ബോഡീസിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ, ലാർജ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ഈ വാട്ടർ ബോഡീസിൽ ഉണ്ടെങ്കിൽ അവിടെ പ്ലാങ്ക്ടൻസിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. പ്ലാങ്ക്ടൻസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്ലോട്ടിങ് ആൽഗെ. സോ പ്ലാങ്ക്ടൻസ് അഥവാ ഫ്രീ ഫ്ലോട്ടിങ് ആൽഗെ വാട്ടർ ബോഡീസിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ എക്സസ് ആയിട്ട് ഈ പ്ലാങ്ക്ടൻസ് അല്ലെങ്കിൽ ഫ്രീ ഫ്ലോട്ടിങ് ആൽഗെ കാണും. അതിനെ വിളിക്കുന്ന പേരാണ് ആൽഗൽ ബ്ലൂം. സോ എക്സസ് പ്ലാങ്ക്ടോണിക് ഗ്രോത്ത്. എപ്പോഴാണ് ഈ പ്ലാങ്ക്ടോണിക് ഗ്രോത്ത് കൂടുതൽ? ആരാ പ്ലാങ്ക്ടോൺസ് പറഞ്ഞാൽ ഫ്രീ ഫ്ലോട്ടിങ് ആൽഗെ. അങ്ങനത്തെ ഫ്രീ ഫ്ലോട്ടിങ് ആൽഗെ നമ്മുടെ വാട്ടർ ബോഡീസിലെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഈ പ്ലാങ്ക്ടൻ്റെ ഗ്രോത്ത് ഒരുപാട് കൂടുതലും, കുറേ പ്ലാങ്ക്ടൻസ് ഉണ്ടാവും. അങ്ങനെ വരുന്നൊരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ആൽഗൽ ബ്ലൂംസ്. അതിനെ വിളിക്കുന്ന പേരാണ് ആൽഗൽ ബ്ലൂംസ്. ഇങ്ങനെ ആൽഗൽ ബ്ലൂംസ് നമ്മുടെ വാട്ടർ ബോഡീസിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ടറിന് അവിടെ ഡിസ്റ്റിങ്ക്റ്റ് കളർ, ആ വെള്ളത്തിന് വാട്ടർ ബോഡീസിനൊക്കെ ഒരു പെർട്ടിക്കുലർ കളർ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു വേറിട്ട് ഒരു കളർ, പൊല്യൂഷൻ തുടങ്ങി എന്നുള്ളതിൻ്റെ കളർ. അതുപോലെ ഡിറ്റീരിയോറേഷൻ ഓഫ് വാട്ടർ ക്വാളിറ്റി, വാട്ടറിൻ്റെ ക്വാളിറ്റി നശിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഫിഷ് മോർട്ടാലിറ്റിയും, അവിടെയുള്ള മീനുകളൊക്കെ ഇല്ലാണ്ടാകുന്നു, അല്ലെങ്കിൽ ഫിഷിനൊക്കെ ചത്തുപോകുന്നു. സോ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ, ലാർജ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് വാട്ടർ ബോഡീസിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഈ പ്ലാങ്ക്ടോണിക് ഗ്രോത്ത് അല്ലെങ്കിൽ പ്ലാങ്ക്ടൻസ്, ഫ്രീ ഫ്ലോട്ടിങ് ആൽഗയുടെ എണ്ണം കൂടാൻ തുടങ്ങുന്നു, എക്സസ് ആവാൻ തുടങ്ങുന്നു. അങ്ങനെ വരുന്നൊരു കണ്ടീഷനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. സോ വാട്ടർ ബോഡീസിൽ ആൽഗൽ ബ്ലൂം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്ലാങ്ക്ടൺ ഗ്രോത്ത് കൂടി എന്നർത്ഥം. അങ്ങനെ ആൽഗൽ ബ്ലൂം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വാട്ടറിനൊരു വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് കളർ ഉണ്ടായിരിക്കും. അതുപോലെ അവരുടെ വാട്ടർ ക്വാളിറ്റി ഒരുപാട് നശിച്ചു പോകാൻ തുടങ്ങുന്നു. അവിടുത്തെ ഫിഷുകളൊക്കെ ഇല്ലാണ്ടാവുന്നു, ഫിഷിനൊക്കെ ചത്തുപോകുന്നു. ഇനി പറയണത് ചില ആൽഗകൾ, ഇതുപോലെ ബ്ലൂം ക്രിയേറ്റ് ചെയ്യുന്ന ചില ആൽഗകൾ, ഇപ്പം നമ്മൾ പറഞ്ഞത് അവിടുത്തെ ഫിഷിൻ്റെ കാര്യം, അവിടുത്തെ വാട്ടറിൻ്റെ ക്വാളിറ്റിയും ഇല്ലാണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ചില ബ്ലൂം ഫോമിങ് ആൽഗകൾ, അങ്ങനത്തെ ചില ആൽഗകൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ടോക്സിക് ആയിരിക്കും. അത് അനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനും. സോ അനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനും എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള ബ്ലൂം ഫോം ചെയ്യുന്ന ആൽഗകളും ഈ വാട്ടർ ബോഡീസിൽ ഉണ്ടാകാറുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പെയിൽ വയലറ്റ് കളറിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് പ്ലാന്റിനെ നമ്മുടെ നിയറസ്റ്റ് വാട്ടർ ബോഡീസിലൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് അതിനുണ്ടാവുക. വളരെ ഭംഗിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഷേപ്പുള്ള ഫ്ലോട്ടിംഗ് പ്ലാന്റ് നമ്മുടെ വാട്ടർ ബോഡീസിൽ നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അത് ഒരു പെയിൽ വയലറ്റ് കളറാണ്. സോ ഈ പ്ലാന്റ്സിനെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏത് ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ്? അതിൻ്റെ പേരാണ് വാട്ടർ ഹയാസിന്ത് അഥവാ ഐക്കോർണിയ, കുളവാഴ, ഐക്കോർണിയ ക്രാസിപ്പസ് അല്ലെങ്കിൽ ടെറർ ഓഫ് ബംഗാൾ. സോ വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ഐക്കോർണിയ ക്രാസിപ്പസ് അല്ലെങ്കിൽ ടെറർ ഓഫ് ബംഗാൾ. സോ നമ്മൾ പറഞ്ഞതാണ് അന്ന് തന്നെ ഈ ടെറർ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ വാട്ടർ ഹയാസിനെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ഭയങ്കര ഭംഗി കണ്ടിട്ട്, സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലവ്ലി ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഭംഗിയും അതിൻ്റെ ആ ലീഫിൻ്റെ ഒക്കെ സ്ട്രക്ചർ കാരണം ഇന്ത്യയിലേക്ക് സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടതാണ്. എന്നാൽ ഇവിടേക്ക് വന്നതിന് ശേഷം ഇത് ഒരുപാട് ദുരന്തമാണ് നമ്മുടെ വാട്ടർ ബോഡീസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ബിക്കോസ് ഇതിൻ്റെ ഗ്രോത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും അത്രയും വേഗത്തിലാണ്, ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഗ്രോത്ത്. സോ എക്സസീവ് ഗ്രോത്ത് നമുക്ക് ഒരു നാശം വിതയ്ക്കുന്ന തരത്തിൽ, നമ്മുടെ ഇവിടെയുള്ള നേറ്റീവ് പ്ലാന്റ്സുകൾക്കൊക്കെ നാശം വരുത്തുന്ന തരത്തിലാണ് ഇതിൻ്റെ എക്സസീവ് ഗ്രോത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ആ വാട്ടർ ബോഡീസിലെ വാട്ടറിൻ്റെ ആ വെയിനെയൊക്കെ ഇത് ബ്ലോക്ക് ചെയ്യുന്നു, ഈ എക്സസീവ് ഗ്രോത്ത് ഓഫ് ഐക്കോർണിയ കാരണം. സോ ഇതിൻ്റെ സ്പീഡ്, ഇതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ റേറ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റസ്റ്റ് ആണ്. നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും സ്പീഡിൽ, നമ്മുടെ എബിലിറ്റി ടു റിമൂവ്, നമുക്ക് അതിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് ഫാസ്റ്റായിട്ടാണ് ഈ പറഞ്ഞ ഐക്കോർണിയ അത്രയും ഇതായിട്ട് സ്പീഡിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വാട്ടർ ബോഡിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പല പ്ലാന്റ്സിനും അതിന് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നു. സോ ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അക്വാട്ടിക് വീഡ് എന്നാണ് പറയുന്നത്. സോ ഒരു വീടാണ്, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, ഫ്ലോട്ടിംഗ് പ്ലാന്റ് ആണ്. സോ ഒരു പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീടാണ്. സോ ഇങ്ങനത്തെ വാട്ടർ ഹയാസിന്തുകളൊക്കെ കാണപ്പെടുന്നത് യൂട്രോഫിക് വാട്ടർ ബോഡീസിൽ. സോ യൂട്രോഫിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള, സോ യൂട്രോഫിക് വാട്ടർ ബോഡീസിൽ ഈ വാട്ടർ ഹയാസിന്തിനെ കാണുകയും അതുമൂലം അങ്ങനെയുള്ള
അവിടെ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ക്രിയേറ്റ്സ് ഇംബാലൻസ് ഇൻ ഇക്കോസിസ്റ്റത്തിന് തന്നെ ഇംബാലൻസ് ഉണ്ടാക്കുകയും ആര് ചെയ്യുന്നു? ഈ വാട്ടർ ഹയാസിന്. ബിക്കോസ് അവർ അത്രയും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് ഇതൊരു വീടായിട്ട് ആക്ട് ചെയ്യും. സോ അവിടെയുള്ള ആ വാട്ടർ വേക്ക് ബ്ലോക്ക് വരുത്തുകയും അതിൻ്റെ വെള്ളത്തിൻ്റെ സുഗമമായ നീക്കത്തിന് അത് തടസ്സം വരുത്തുകയും അവിടെയുള്ള മറ്റ് പ്ലാന്റ്സുകൾക്ക് വളരാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇനി വേറെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സീവേജ് എവിടെ നിന്നൊക്കെ വരണ സീവേജ് വേസ്റ്റ് വാട്ടറിൽ? ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്. സോ ഹോം ഹോസ്പിറ്റൽസ് അവിടെ നിന്നൊക്കെ വരുന്ന ഈ പറഞ്ഞ സീവേജ് വാട്ടറിൽ എന്തുണ്ടാവും? അൺഡിസൈറബിൾ ആയിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള നമുക്ക് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. സോ ഈ ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് വരുന്ന ഈ സീവേജുകൾ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൂടാതെ നിയറസ്റ്റ് വാട്ടർ ബോഡിയിലേക്കൊക്കെ നമ്മൾ അതിന് എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അതിനെ ഒഴുക്കി വിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. ലൈക്ക് ഡിസെൻട്രി, ടൈഫോയിഡ്, ജോണ്ടിസ്, കോളറ പോലത്തെ സീരിയസ് ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടാവാൻ തുടങ്ങുന്നു. ഇതുപോലെ വിത്തൗട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും ഹോമുകളിൽ നിന്നുള്ള സീവേജ് വാട്ടർ വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് നിയറസ്റ്റ് വാട്ടർ ബോഡിയിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒഴുക്കി വിടുകയാണെങ്കിൽ ഒരുപാട് ഡിസീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിസെൻട്രി, ടൈഫോയിഡ്, കോളറ, ജോണ്ടിസ് പോലത്തെ ഡിസീസുകൾ. ഇനി വേസ്റ്റ് വാട്ടർ ഫ്രം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറുകൾ, ഡൊമസ്റ്റിക് സീവേജ് പോലെയല്ല, ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറുകൾ. ഏതൊക്കെ ഇൻഡസ്ട്രീസ്? പെട്രോളിയം, അതുപോലെ പേപ്പർ മാനുഫാക്ചറിങ്, മെറ്റൽ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രോസസ്സിങ്. പെട്രോളിയം, പേപ്പർ മാനുഫാക്ചറിങ്, മെറ്റൽ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രോസസ്സിങ്, അതുപോലെ കെമിക്കൽ മാനുഫാക്ചറിങ്. സോ ഇവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം ഇൻഡസ്ട്രി, പേപ്പർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, മെറ്റൽ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി, അതുപോലെ കെമിക്കൽ മാനുഫാക്ചറിങ്. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറുകൾക്ക് എന്തിന്? അവരിൽ നിന്ന് അല്ലെങ്കിൽ ആ വേസ്റ്റ് വാട്ടറിൽ നിന്ന് ഇറ്റ് കണ്ടെയ്ൻസ് ടോക്സിക് സബ്സ്റ്റൻസ്, വളരെ പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടാകും. ആ ടോക്സിക് സബ്സ്റ്റൻസുകൾ എന്ന് പറയുന്നത് ദാറ്റ് കണ്ടെയ്ൻസ് ഹെവി മെറ്റൽസുകളാണ്. സോ ഇവിടെ നിന്ന് വരുന്ന ആ വേസ്റ്റ് വാട്ടറിൽ ടോക്സിക് ആയിട്ടുള്ള ഹെവി മെറ്റൽസ്. അതെന്താ ഹെവി മെറ്റൽസ്? എലമെന്റ്സ് വിത്ത് ഡെൻസിറ്റി മോർ ദാൻ 5 gram per centimeter cubed. സോ 5 gram centimeter ക്യൂബിനേക്കാളും അധികം വരുന്ന ഡെൻസിറ്റിയുള്ള എലമെൻസുകളാണ് നമ്മൾ ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്. ലൈക്ക് ആരൊക്കെയാണ്? മെർക്കുറി, കാഡ്മിയം, കോപ്പർ, ലെഡ്. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സുകളും അവിടെ നിന്ന് റിലീസ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറുകളിൽ അതേതൊക്കെയാണ്? പെട്രോളിയം, പേപ്പർ മാനുഫാക്ചറിങ്, മെറ്റൽ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രോസസ്സിങ്, കെമിക്കൽ മാനുഫാക്ചറിങ്. ഇതുപോലെയുള്ള ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറുകളിൽ ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസുകൾ, അതായത് ഹെവി മെറ്റൽസുകൾ ഉണ്ടാവും. ആ ഹെവി മെറ്റൽസിൻ്റെ പ്രത്യേകത ഹൈ ഡെൻസിറ്റിയാണ്. മോർ ദാൻ 5 gram per centimeter ക്യൂബുള്ള ഹൈ ഡെൻസിറ്റിയുള്ള ഹെവി മെറ്റൽസുകൾ, മെർക്കുറി, കാഡ്മിയം, കോപ്പർ, ലെഡ് അതുപോലത്തെ ഹെവി മെറ്റൽസുകളും അതുപോലെ വേരിയസ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളും ഈ പറഞ്ഞ വേസ്റ്റ് വാട്ടറിൽ ഉണ്ടായിരിക്കും.